ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള 44ാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ, ഹോട്ടൽ ടാസ്ക്കാണ് ഒരുക്കി കൊടുത്തിട്ടുള്ള അതിഥികൾ കടന്നു വരുന്നുണ്ട്. ശോഭയും നമ്മുടെ സിയാസ് കരീമുമാണ് കടന്നു വരുന്നത്. ശോഭയാണെങ്കിൽ ഈ ഒരു അനിമോളിൻ്റെ തോളിൽ പിടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറി പോയിട്ടുള്ളത്. ഓരോ മുറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇവർ ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ ഒരു ലക്ഷ്മീൻ്റെ അടുത്താണ് പരാതികളൊക്കെ കൊടുത്തിട്ടുള്ളത്. ലക്ഷ്മി ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം കുളിക്കുന്നതുകൊണ്ട് എന്തോ അലർജിയുടെ ഫീലിംഗ് വരുന്നു എന്നുകൊണ്ട് ലക്ഷ്മിക്കാണ് കൂടുതലും ടാസ്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും സാബുമോനാണ് ഇതിൽ ഒന്നും മിണ്ടാണ്ട് ആ ഒരു പ്രതിമമാരി നിൽക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ അനിമോളുടെ ഒരു പ്ലാച്ചി കുട്ടനെ എടുത്ത് തൂക്കി എറിയുന്നുണ്ട് സിയാസ് കരീം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഓരോരോ ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയുന്നുണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കാണ് ഇതെല്ലാം കൊടുക്കാനുള്ള ഈ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാനുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും തീരുമാനിക്കാം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അവരും തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവർക്ക് എല്ലാവർക്കും ഗോൾഡ് കോയിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അനീഷിൻ്റെ ഒരു പ്രഹസനം ഉണ്ടായിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ വന്നല്ലോ ഈ ഒരു ശോഭയുടെ കൂടെ കോമാളിയായിട്ട് ഈ ഒരു വ്യക്തി 2 ഡാൻസ് കളിക്കുന്നുണ്ട്. അനീഷാണെങ്കിൽ ഒരു ഡാൻസാണ് കളിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ഒരു അനീഷിന് ആ ഒരു ബുദ്ധി തോന്നുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിരാഹാര സമരത്തിലേക്ക് പോകുകയാണ്. അവിടെ ശോഭ ലാസ്റ്റിൽ കരയുന്നുണ്ട്. ഈ ഒരു ശോഭ സോറിയൊക്കെ പറയും. ഷിയാസ് കരീം എല്ലാവരും വന്നിട്ട് സോറി, ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. വന്ന് കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്നില്ല. ശോഭ വന്ന് എഴുന്നേൽപ്പിച്ച് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അനുമോളിൻ്റെ ഈ ഒരു പ്ലാച്ചിമോന് ഈ ഒരു ഷിയാസ് കരീം എറിയുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഒരു വൈലൈറ്റിങ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജിഷയിലാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കളിക്കുന്നുണ്ട്. അത്രയ്ക്ക് പോരായിരുന്നു എന്നാണ് എനിക്ക് ടാസ്ക് കൊടുത്തതിൽ ബിഗ് ബോസിന് പാളിച്ച വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവരവരുടെ ക്യാരക്ടർ മറന്നിട്ടാണ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അടിയാണെങ്കിലും കിച്ചണിലുള്ള ഒരു വഴക്കുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടും ഒരു പോരായ്മ വന്ന് ബിഗ് ബോസ് ആണെങ്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ അവരവരുടെ ക്യാരക്ടറുകൾ മറന്നിട്ടാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. കണ്ടസ്റ്റൻസുകൾ അവരവരുടെ തോന്നിയ വാസത്തിന് ഇഷ്ടത്തിനാണ് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാബുമോനാണെങ്കിലും അവിടെ ആ ഒരു മുഖം മൂടി ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സാബുമോന് പണി കൊടുത്തതാണ് ബിഗ് ബോസ് തോന്നുന്നുണ്ട്. ഈ ഒരു മുഖം മൂടി ഇട്ടിട്ട് അവിടെ മിണ്ടാണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരുടെ അടുത്തും ഒന്നും അവർ മിണ്ടുകയാണെങ്കിൽ മിണ്ടിക്കോളാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. പിന്നെ നെവിനാണെങ്കിലും ആ ഒരു ഫുഡിൽ എന്തോ ഒന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ശോഭയാണെങ്കിൽ ചോദിക്കുന്നുമുണ്ട്, എന്തുകൊണ്ടാണ് ഗസ്റ്റുകൾ വന്നിട്ട് നിങ്ങളിങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കുന്നത് എന്നത് ചോദിക്കുന്നുണ്ട്. അക്ബറും റന ഫാത്തിമയും അവിടെ നിൽക്കുന്നത് എന്നുകൊണ്ട് കിളിപാറിയിട്ടാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ആര്യൻ്റെ ക്യാരക്ടർ കിടിലനായിരുന്നു. പിന്നെ നോറയുടെയും അബിയുടെയും ഒരു കിടിലൻ ഒരു ആക്റ്റീവ് തന്നെയാണ്. പിന്നെ നമ്മുടെ ആദിലേൻ്റെയും ഈ ഒരു ആര്യൻ്റെയും കിടിലൻ ഒരു റോള് തന്നെയാണ്. ഇവർ മുതലാളീൻ്റെ മകളായിട്ടാണ് ഈ ഒരു ആദില വന്നിട്ടുള്ളത്. അവരവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജിഷിൻ, ഒനീൽ അവരൊക്കെ കുക്കിൻ്റെ ഇതാണ്. പിന്നെയാണെങ്കിൽ മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും പോകുന്നുണ്ട്. ബിന്നി സെബാസ്റ്റ്യൻ അവിടെ എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതൊന്നും കുക്കിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും നടക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഭ